കള്ളം പറഞ്ഞാൽ ആ പറഞ്ഞതിൻ്റെ ഉള്ളിലുണ്ടാകും ഇത് കള്ളമാണ് എന്നതിനുള്ള സൂചന. ഇതൊരു തത്വമാണ്. അത് ശരിയാണ് എന്ന് തെളിയിക്കാൻ, കാണാൻ, കേൾക്കാൻ ഒരു ഉദാഹരണം പറയാം. യൂസുഫ് നബിയോടുള്ള അസൂയയുടെ പേരിൽ യൂസുഫ് നബിയെയും കൊണ്ട് തൻ്റെ സഹോദരങ്ങൾ പോയ കഥ നമുക്കെല്ലാവർക്കും അറിയാം. വൈകുന്നേരം അവർ കരച്ചിൽ അഭിനയിച്ചുകൊണ്ട് പ്രവാചകനായ യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിൻ്റെ മുമ്പിൽ വരികയാണ്. എന്നിട്ട് അവർ കാര്യങ്ങളൊക്കെ പറയുന്നു. അക്കാര്യം ഖുർആൻ പറയുന്നുണ്ട്. അവിടെ അവരുടെ വാക്കുകൾക്കിടയിൽ, അവരുടെ വാചകങ്ങൾക്കിടയിൽ, അവരുടെ ന്യായീകരണങ്ങൾക്കിടയിൽ ഒരു വാക്കുണ്ട്. ഫഅകലഹു ദിഅ്ബു എന്ന വാക്ക്. അവനെ ചെന്നായ തിന്നു എന്നാണ് ഈ വാക്കിൻ്റെ അർത്ഥം. സത്യത്തിൽ ചെന്നായ ഈ കുട്ടിയെ ആക്രമിക്കുകയും തിന്നുകളയുകയും ചെയ്യുകയായിരുന്നു എങ്കിൽ അറബിയിൽ അതിന് പറയേണ്ട വാക്ക് ഇഫ്തറസ എന്നാണ്. ഫഫ്തറസഹു ദിഅ്ബു എന്നല്ല അവർ പറഞ്ഞത്, അക്കലഹു ദിഅ്ബു എന്നാണ്. അക്കല എന്ന് പറഞ്ഞാൽ അത് അവരുടെ കൺമുമ്പിൽ വെച്ച് അവർ കണ്ടു നിൽക്കെ തിന്നു എന്നാണ് അതിനർത്ഥം വരിക. ഇഫ്തറസ എന്ന് പ്രയോഗിച്ചിരുന്നുവെങ്കിലോ അവർ പറഞ്ഞതുപോലെ തന്നെ അവർ കളിക്കാൻ പോയി അവരുടെ സാധന സാമഗ്രികളുടെ അടുത്ത് യൂസുഫിനെ നിർത്തി ഏകനായി നിൽക്കുകയായിരുന്ന കൊച്ചു യൂസുഫിനെ ചെന്നായ ചാടി വീണ് ആക്രമിച്ച് തിന്നു എന്ന് വരുമായിരുന്നു. പക്ഷേ ഇഫ്തറസ എന്ന വാക്ക് അവർ പ്രയോഗിച്ചില്ല, അക്കല എന്നാണ്. അതുകൊണ്ട് ചെന്നായ പിടിച്ചു എന്ന കഥ ശരിയാണ് എങ്കിൽ തന്നെ വരിക ചെന്നായക്ക് അവർ തങ്ങളുടെ മുമ്പിലിട്ട് യൂസുഫിനെ തിന്നാൻ കൊടുത്തു എന്നാണ്. അള്ളാഹുവിൻ്റെ കലാം അത്ര സൂക്ഷ്മമാണ്. അസ്സലാമു അലൈക്കും.